അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ റമദാനിൻ്റെ മുഴുവൻ പുണ്യവും നേടുക. നമ്മൾ എന്ത് ജോലിയിലായിരുന്നാൽ പോലും എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അനാവശ്യ സംസാരങ്ങളൊക്കെ കുറച്ച് നോമ്പിനെ അതിൻ്റെ ഭവ്യമായ രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും നമുക്ക് നല്ലോണം ചെയ്യാൻ കഴിയുന്നത് റമദാനിലാണ്. കാരണം നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് അത്താഴം കഴിച്ച ശേഷം ഖുർആൻ ഓതി നിസ്കരിച്ചാണ് കിടക്കുക. പിന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഫ്രീ ആവുന്നു. പിന്നെ ദുആ നിസ്കരിക്കാം. അത് കഴിഞ്ഞ് ഓതി കുറച്ച് കിടന്ന് ളുഹറും അസ്റും എല്ലാം നിസ്കരിച്ച് മഗ്‌രിബ് കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ഓതി അതിനുശേഷം ഇശാ ആവും. പിന്നെ ഇശാവും തറാവി നിസ്കരിച്ച് കിടക്കുന്നു. ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് നോമ്പിന് ചെയ്യാൻ കഴിയുന്നു. മനസ്സിന് തന്നെ എന്തൊരു സന്തോഷമാണ്. ദുആ നിസ്കാരം ഒന്നും നോമ്പല്ലാത്ത സമയത്ത് നമുക്കൊന്നും നിസ്കരിക്കാൻ കഴിയാറില്ല. കാരണം നമ്മൾ വീട് ജോലികളിൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ ആ ഒരു സമയത്ത് നമ്മൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത്താഴം കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇലാസോടുകൂടി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിനാണോ ഈ ദിക്റ് മനസ്സിൽ നിയ്യത്താക്കി ചെല്ലാൻ പോകുന്നത്, എന്താവശ്യമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലുക. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച ശേഷം ഈ ദുആ ചെയ്തു നോക്കൂ. അത്രക്കും മനസ്സിന് നല്ല സന്തോഷമുണ്ടാകും. അത്താഴം കഴിച്ചതിന് ശേഷമായിട്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷമോ ഈ ദിക്റ് ചൊല്ലാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഇത് ചൊല്ലുക. 313 തവണയാണ് ചൊല്ലേണ്ടത്. 313 തവണ നിങ്ങൾ ഒരുമിച്ച് 300 തവണ ചൊല്ലി തീർക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റ് 313 തവണ ചൊല്ലുക. ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലി തീർക്കുക. 313 പ്രാവശ്യം തീരുന്നതുവരെ ഒന്നും സംസാരിക്കാതെ ചൊല്ലുക. നമ്മൾ എന്ത് കാര്യം നിയ്യത്ത് വെച്ചാണോ ഇത് ചൊല്ലുന്നത് അത് നടന്നിരിക്കും. അസുഖം കൊണ്ടാണോ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസത്തിലാണെങ്കിലും അങ്ങനെ ഹലാലായ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ മനസ്സിൽ നല്ല നിയ്യത്തോടെ 313 വട്ടം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇത് ചെയ്തത്, ഇത് ചൊല്ലിയത്, ആ കാര്യം അത്രയും വേഗം നടന്നു കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് നിയ്യത്താക്കി ചൊല്ലുക. നമ്മൾ ഇതുപോലെയുള്ള ദിക്റുകളും ദുആകളും നിയ്യത്താക്കി ചൊല്ലുന്നത് വളരെ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ചൊല്ലിയാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുപോലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം 41 തവണ നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ നിയ്യത്താക്കി ചൊല്ലിയാൽ ഇതുപോലെയുള്ള മനസ്സിനുള്ള കാര്യങ്ങൾ റാഹത്തിലാവും ഇൻഷാ അല്ലാഹ്. അതും ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക. ഖുർആൻ ഓതിയും സ്വലാത്തുകൾ ചൊല്ലിയും ദിക്റുകൾ ചൊല്ലിയും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുക. കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതും അതിലേക്ക് നോക്കുന്നത് തന്നെയും കൂലി കിട്ടുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും.